ഇന്ന് തേങ്ങ ചേർക്കാത്തൊരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുമ്പളങ്ങയുടെ കഷ്ണം, ഒരു വലിയ ഉള്ളി, ഒരു ഉരുളക്കിഴങ്ങ്, 2 തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് കുതിർത്താൻ വെച്ചിരുന്നു. കുറച്ച് പുളിയും ചേർത്തിട്ടുണ്ട്. അതും വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. നുറുക്കി വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 സ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സ്പൂണ് മല്ലിയും മുളകും വറുത്ത് പൊടിച്ചതും ഇട്ട് കൊടുക്കാം. അത് പൊടിയാക്കി വെച്ചതാണ്. കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുക്കറൊന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വന്നാൽ ഓഫാക്കി ആവി പോയതിന് ശേഷം തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കഷ്ണമൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ടാവും. അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുകും മുളകും കരിവേപ്പിലയും ഇട്ടിട്ടൊന്ന് വറുത്തിട്ടിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ സാമ്പാർ റെഡിയായി. അതിലേക്ക് ഞാനൊരു ദോശയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ല സാമ്പാറാണിത് കേട്ടോ.